ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് നിച്ചു ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവൾക്കാണെങ്കിൽ മന്തി തിന്നാൻ വേണ്ടി ഭയങ്കര ആഗ്രഹം. അപ്പോൾ നമ്മൾ വിചാരിച്ചു കടയിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും വീട്ടിലുണ്ടാക്കി കഴിക്കണതാണ് നല്ലതെന്ന് വിചാരിച്ചു. അപ്പം അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മന്തി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വേണ്ട മസാലയാണ് ഇപ്പോൾ നമ്മൾ റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി ഒരു 4-5 അല്ലി, ഇഞ്ചി, പിന്നെ കുരുമുളക്, ചെറിയ ജീരകം, പിന്നെ ഇതിൻ്റെ കൂടെ പൊടികളായിട്ട് മല്ലിപ്പൊടി കുറച്ച്, കാശ്മീരി ചില്ലിയാണ് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ നമുക്ക് വേണ്ടത് ഓയിലാണ് കേട്ടോ. ഓയിലും കൂടി എടുത്തിട്ട് മിക്സിൻ്റെ ജാറിൽ നല്ലോണം പേസ്റ്റ് രൂപത്തിലാക്കുക. എന്നിട്ട് അത് നമ്മൾ ചിക്കനിലേക്ക് തേച്ച് മാഗ്നേറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോറിലേക്ക്, അതിന് ചോറിന് വേണ്ടിയിട്ട് നമ്മൾ അരി കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ബസുമതി റൈസാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് ആവട്ടെ 1 മണിക്കൂർ. നമുക്ക് ഇതും കൂടെ ഒക്കെ മിക്സ് ചെയ്ത് വേഗം പേസ്റ്റ് ആക്കിയിട്ട് വരാം. എന്നിട്ട് നമുക്ക് ചിക്കനിലേക്ക് പുരട്ടാം. ഉപ്പുണ്ടോ? അപ്പം നമ്മളെ മസാല സെറ്റായിട്ടുണ്ട്. പേസ്റ്റ് രൂപത്തിൽ നമ്മൾ അരച്ചെടുത്തു. ഇനി നമുക്കിത് ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ഉപ്പുണ്ടാക്കുക ഇത് മസാലയ്ക്ക്. അപ്പം മെയിൻ ഷെഫ് നമ്മളെ രഞ്ജുവാണ്. ഇതിനെന്ത് വന്നാലും, കുറ്റം വന്നാലും എന്ത് വന്നാലും അതിനൊക്കെ ഉത്തരവാദി രഞ്ജു ആയിരിക്കും. നമ്മളെ മസാല തേച്ച് ചിക്കനിൽ അടിച്ചമർത്തി തേച്ച് സെറ്റാക്കുക. അപ്പോൾ നമ്മുടെ മന്തി മസാല റെഡിയായി ഗൈസ്. നമ്മളിന്ന് എത്ര ഗ്ലാസ് അരിയാ? 5 ഗ്ലാസ് അരിക്ക് ബസുമതി റൈസ് ആയതുകൊണ്ട് ഒന്നാമത് നമ്മള് വെച്ചിട്ട് ഊറ്റാനുള്ള പരിപാടിയില്ല. നമ്മൾ മാക്സിമം വറ്റിച്ചെടുക്കാൻ ഒരു 3/4 വേവ്. അപ്പൊ 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് എടുക്കുന്നത്. നോക്കി നോക്കാം എന്താവും. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ 5 ഗ്ലാസ് അരിക്ക് 7.5 ഗ്ലാസ് വെള്ളമുണ്ട്. അതായത് അതേ സെയിം ഗ്ലാസ്സിനകത്ത് എടുത്തത് മാഗി ക്യൂബ് മതി. പിന്നെ വേണ്ട സാധനങ്ങള്, പിന്നെ വേണ്ടത് ഇച്ചിരി പട്ട, ചക്കപ്പാട, ഏലക്ക ഒരു 8 എടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രാമ്പു ഏകദേശം ഒരു 10 എടുത്തിട്ടുണ്ട്. ബേ ലീഫിൻ്റെ എല്ലാം പിന്നെ കുഞ്ഞതായതുകൊണ്ട് ഒരു 4 എടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് ഏകദേശം ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. കുരുമുളകൊക്കെ ഇതൊക്കെ നമ്മൾ ഇഷ്ടാനുസരണം ഇടാം. പിന്നെ മെയിൻ സാധനം നാരങ്ങ, അതോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും. ഞാനിത് വെള്ളം കുറച്ച് ചൂടുവെള്ളം കേട്ടോ എടുത്ത് വെച്ചേക്കണം. ഇതാകുമ്പോ പെട്ടെന്ന് കുറച്ചും കൂടിയാ തിളച്ച വെള്ളം എടുക്കുകയാണെങ്കിൽ വേഗം. ഇത് എന്താവണം? റീതു എന്താ പണി? റീതുവിന് എപ്പോഴും അരിയല് കഴുകല്. വെള്ളം നല്ല വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഈ സമയം നമ്മൾ കുതിർത്ത് വെച്ച ബസുമതി റൈസ് അതിലേക്ക് തട്ടി കൊടുക്കാം. നമ്മളിതുവരെ ബസുമതി റൈസിൽ ചെയ്തിട്ടില്ല അല്ലേ രഞ്ജു? പരീക്ഷണങ്ങൾ മൊത്തം ബിരിയാണിയിൽ നെയ്ച്ചോറിന്റെ അരിയൊക്കെ വാങ്ങിയിട്ടാ. അല്ല ഇവിടെ വന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ആൾക്കാർ നാട് വിടുമ്പോഴുള്ള ഓരോ മാറ്റങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഇവിടെ ഉണ്ടാകുമ്പോ അടുക്കളയിൽ കയറാത്ത മനുഷ്യ ഒമാനിന് പോയപ്പോ പിന്നെ ഉണ്ടാക്കാത്ത സാധനങ്ങളൊന്നുമില്ല. അതെ, അത് ശരിക്കുണ്ടല്ലോ. ലാസ്റ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് അതിനെ കുറിച്ച് അറിയില്ല. അത് ശരിക്കൊരു പ്രവാസിക്ക് ശരിക്കും അത് മനസ്സിലാവും അതെന്താ സാധനം എന്നുള്ളത്. അത് ഈ കാണുന്ന പ്രവാസികൾക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ടാവും ഇപ്പൊ. ഇനി ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഇതിനിപ്പം പഠിച്ചാൽ വേറെ ഗുണം എന്താണെന്നറിയോ? പിന്നെ എപ്പോഴും ഈ ഭാര്യമാര് മസിൽ പിടിക്കുമ്പോ
നമുക്ക് ഒന്ന് തിരിച്ച് അങ്ങോട്ട് പിടിക്കാം. ആകെ നമ്മളെ മെയിൻ കൊടുക്കുന്ന സാധനം ഇതാണ്. ഫുഡ് ഉണ്ടാക്കാൻ പറ്റാണ്ട് എന്ത് ചെയ്യുന്നു? ഫുഡ് ഉണ്ടാക്കാം. പിള്ളേർക്ക് ഫുഡ് കൊടുക്കണം, അല്ലെങ്കിൽ പിള്ളേരില്ലാത്ത ആൾക്കാരാണെങ്കിൽ നമുക്കുള്ള ഫുഡ് ഉണ്ടാക്കണം. അതിലൊക്കെ ഇവര് നമ്മളെ ചെറുതായിട്ടൊന്ന് താങ്ങും. ഇതാകുമ്പോ അത്യാവശ്യം പെരുമാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെയും കൈയും കാലം പിടിക്കണ്ട എന്നല്ല എനിക്ക് ഉദ്ദേശിച്ചു. ആദ്യം ആണുങ്ങള് പണിക്ക് പോകുന്നു, പെണ്ണുങ്ങൾ അടുക്കള പണിയെടുക്കുന്നു. ഇപ്പൊ പെണ്ണുങ്ങളും പണിക്ക് പോകുന്നു, അപ്പൊ ആണുങ്ങളും കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് അടുക്കള പണിയെടുക്കുന്നു. ദാറ്റ്സ് ഓൾ. അത്രേ ഇല്ല. അതാണ് ഇപ്പൊ നമ്മളെ വീട്ടിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ അരിഞ്ഞു കൊടുക്കുന്നു, ഇവരുണ്ടാക്കി തരുന്നു. അല്ല നിച്ചു? നിച്ചുവിനെന്താ മാമന്റെ സ്പെഷ്യൽ മന്തി. പക്ഷെ പപ്പയില്ല, അതാണ് പ്രശ്നം. പക്ഷെ പപ്പ ചിക്കൻ കഴിക്കാത്തോണ്ട് നമ്മളിന്ന് ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കുന്നത്. പപ്പ ചിക്കൻ കൂട്ടില്ലല്ലോ. നമ്മളിനി അവിടെ നിന്ന് വരുമ്പോ നമ്മള് ബീഫ് വാങ്ങിട്ട് വരും സെലിമാമന്റെ അവിടെ നിന്ന്. എന്നിട്ട് ബീഫ് വാങ്ങിക്കൊണ്ടിട്ട് നമ്മളിവിടെ മന്തി ഉണ്ടാക്കും. അപ്പൊ നമ്മള് ചോറിലേക്ക് വേണ്ട ക്യാപ്സിക്കം റെഡി. നെക്സ്റ്റ് അപ്പം നമ്മളെ ചോറ് ഒരു ഭാഗത്ത് ആവുന്നുണ്ട്. ചിക്കന് നമ്മൾ മസാല വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്കുള്ള മയണൈസാണ് റീതു ഉണ്ടാക്കുന്നത്. റീതു സ്പെഷ്യൽ മയണൈസാണ് നമ്മളെ വീട്ടിലുള്ളത്. അപ്പോൾ നമ്മുടെ മയണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ആ ചിക്കനെല്ലാം കൂട്ടി മുക്കി അങ്ങോട്ട് കഴിക്കണം. അപ്പോൾ നമുക്ക് ചിക്കൻ്റെ പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ മയണൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ചിക്കനിലേക്ക് പോകാം. നമ്മുടെ ചോറ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കേണ്ട ആ സമയം കൊണ്ട് നമ്മൾ ചിക്കൻ കുക്കറിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. വേഗം കുക്കറിലേക്ക് നമുക്കത് ചിക്കൻ ആക്കി വെക്കാം. കുക്കറിലേക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട്, നിരത്തി വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഒരു ക്യാപ്സിക്കം സ്ക്വയർ ടൈപ്പായിട്ട് അരിഞ്ഞതും ഒരു ഉള്ളി സ്ക്വയർ ടൈപ്പായിട്ട് അരിഞ്ഞതും കൂടെ അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. നമ്മളതൊന്ന് സെറ്റ് ചെയ്തു. ചോറാവുന്ന സമയം കൊണ്ട് ചിക്കനും കൂടി വെന്ത് വരട്ടെ. അപ്പം നമുക്ക് വേഗം രണ്ടും കൂടെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മന്തി റെഡി ആവുമെന്ന് വിചാരിക്കുന്നു. മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, നിങ്ങൾ തന്നെ അല്ലേ? മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സെറ്റ് അടച്ചു. ഇത് നമുക്ക് ആ വേവിനകത്ത് പിന്നെ നോക്കിയിട്ട് ഒരു വിസിൽ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ തിരിച്ചിടാം. ഓക്കെ, നോക്കാം. നമ്മളെ ചോറ് കറക്റ്റ് കുറച്ച് വെള്ളം കൂടി ഉണ്ട്. കുഞ്ഞിട്ടാന്ന് തോന്നുന്നു ഒരാളെ എണീറ്റ്. ഉറങ്ങിയ ആളെ എഴുന്നേറ്റ് വന്നിട്ടിരിക്കണ്ടേ. ദേഷ്യം കലിപ്പിടാ. അയ്യോ അയ്യോ, എന്താ നോട്ടം. ഇനി പായ വീഴ്ചിട്ട് അവിടെ കിടത്താം. സ്വത്തു ഉറക്കം വരുന്നുണ്ടോ? ചിക്കൻ റെഡി ആയിട്ടുണ്ട്. 2 വിസിലാണ് നമ്മൾ വെച്ചത്. അപ്പം നമുക്ക് തുറന്നു നോക്കാം വേവൊക്കെ പാകമായിട്ടുണ്ടോന്ന്. ചിക്കൻ നല്ല പാകത്തിന് വെന്ത് ആവശ്യത്തിന് ഗ്രേവിയൊക്കെ ആയിട്ടുണ്ട്. നമുക്കിനിത് നല്ല ഗുമുഗുമാന്ന് മണം വരുന്നുണ്ട്. നമ്മളെ ചോറും കൂടെ ആ ചിക്കൻ്റെ മേലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ചോറ് മുഴുവനും നമ്മൾ ആ ചിക്കൻ്റെ മേലേക്ക് ഇട്ടു. ബാക്കി വന്ന കുറച്ച് സ്റ്റോക്കും കൂടെ ചിക്കൻ്റെ സ്റ്റോക്കും കൂടെ ഇതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ കുറച്ച് കളറൊക്കെ ഇടയിലൊക്കെ പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചു. പച്ചമുളകും കൂടി അങ്ങോട്ട് കുത്തി കൊടുക്കാം. ഇപ്പം ചെറിയ തീയിലാണ് കേട്ടോ, ചെറിയ സിമ്മിലാണ് ഇരിക്കുന്നത്. ഓക്കെ, നമുക്ക്
ഒന്നും കൂടെ അടച്ച് കയറ്റിയിട്ട് വെച്ചിട്ട് ഒന്ന് ആവിയേറ്റാം. മന്തിയൊക്കെ ആകുമ്പോഴേക്കും എല്ലാവർക്കും നല്ല ക്ഷീണം പിടിച്ചു കേട്ടോ. ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ പോയിട്ട് കൈയിട്ട് വാരാനൊക്കെ തുടങ്ങി. ഇനി അവസാന ഘട്ടമായി നമ്മളെ പുകയും കൂടെ അങ്ങോട്ട് കൊള്ളിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ബിരിയാണി ഏകദേശം സെറ്റായി. അതിൻ്റെ പണിയിലാണ് രഞ്ജു. അത് ചെയ്യട്ടെ, ഞങ്ങൾ കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ. ഇത് നമ്മളെന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് തിന്ന് റെസ്റ്റ് എടുക്കും. മന്തിയാവും. എല്ലാവർക്കും നല്ല ക്ഷീണം. അപ്പം നമ്മളെ മന്തിയിലേക്കുള്ള അവസാന ഘട്ട പ്രോസസ്സായ എന്താണ് പറയാ, പുകയിടല് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ദമ്മിടല് സെറ്റായി എന്നുള്ളതാണ്. വരട്ടെ. യെസ്, ഈ പുകയാണ് വേണ്ട, വേഗം അടയ്ക്കുക. ഓക്കെ, ഇപ്പം സമയം 2 മണി. ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കിച്ചൺ ഇതവിടെ ക്ലീൻ ആക്കി കഴിഞ്ഞു. അതും കൂടെ കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, കിടന്നിറങ്ങുന്നു. അപ്പം ഇതാണ് നമ്മളെ ഇന്നത്തെ പരിപാടി. അതെ, മഴ കുറവുണ്ടല്ലോ. അപ്പം ഇനി അതും കൂടി ആയിട്ട് നമുക്ക് ദമ്മ് പൊട്ടിക്കണത് കാണാം. അപ്പൊ നമ്മുടെ ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാരും കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. നിച്ചു കഴിക്കൽ തുടങ്ങി. അപ്പൊ ഇനി എല്ലാരും കഴിക്കട്ടെ. അതിന്റെ സ്മെല്ല് അടിച്ചിട്ട് രക്ഷയില്ല. ബിരിയാണി വാഴയിലേക്ക് മന്തി. അവിടെ എന്തെന്ന് അറിഞ്ഞത്. ഇനി കുഞ്ഞാവയ്ക്കുള്ള സീറ്റ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മളെല്ലാവരും ഈ ഇലയ്ക്ക് ചുറ്റും വട്ടയിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? യെസ്, എന്നാണ് എല്ലാവരും വരട്ടെ. കുഞ്ഞിന് രക്ഷയില്ലാത്തോണ്ട് നിച്ച് ഓടി വന്നിട്ട് എല്ലാം മുമ്പിൽ ആദ്യം ഇരുന്ന് കഴിക്കൽ തുടങ്ങി. ഇനി ആര് വന്നാലും ശരി, വന്നില്ലെങ്കിലും ശരി. ജനിച്ചു അപ്പൊ എല്ലാരും കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. എന്നോട് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നല്ല മണം വരുന്നുണ്ട്. കഴിക്കാൻ തോന്നുന്നു. എന്താണ് താങ്കളുടെ അഭിപ്രായം? എല്ലാം കൂടെ നോക്കി നോക്കട്ടെ, എന്നിട്ട് പറഞ്ഞുതരാം. ഒരു വൈൻ കൂടെ തിന്നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എനിക്കിവിടെ ഇരിക്കാൻ പറ്റാട്ടോ. അഭിപ്രായം ചോദിക്കുമ്പോഴേ ആ ഒരു വൈൻ കൂടെ തിന്നട്ടെ എന്ന് പറയാ. ഈ തക്കാളി ചട്നി ഇല്ലേ, അതിൽ കൂട്ടി കഴിക്കുമ്പോ ഒരു ഒതന്റിക് ആ ടൈപ്പ് നമ്മളൊരു മന്തി കഴിച്ചതിന്റെ ഒരു ഫീൽ കിട്ടില്ല. എന്നാലും കിട്ടും, സംതിങ് എന്തോ കുറവുണ്ട് അതിനകത്ത്. പക്ഷെ മയോണൈസ് വിത്ത് റൈസ് സെറ്റാണ്, അടിപൊളിയാ. നമുക്ക് ആ സാധനം കറക്റ്റ് കിട്ടുന്നുണ്ട്, ആ മന്തി ഫീൽ കിട്ടുന്നുണ്ട്. അതുപോലെ
ചിക്കൻ ഈ പറഞ്ഞില്ലേ ഇതുണ്ടോ ജ്യൂസി ടൈപ്പ് ആയില്ലേ? നല്ല സെറ്റായിട്ട് ആ ചിക്കനകത്ത് ആ ഫ്ലേവർ കറക്റ്റ് വന്നിട്ടുണ്ട്. നമ്മളില്ലേ ഇതിനകത്ത് വീഡിയോക്കകത്ത് ഇട്ടൊരു സാധനം മറന്നുപോയി, പറയാൻ മറന്നൊരു സാധനമുണ്ട്. അറബിക് മസാല ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലേ? അത് പറഞ്ഞിട്ടില്ല. നമ്മള് ഒരു വിസിലടിച്ചിട്ട് ഓഫ് ആക്കിയിട്ട് നമ്മൾ ആ തിരിച്ചിടുന്ന സമയത്ത് ചിക്കൻ ഒരു കുക്കറിനെ നമ്മൾ വെച്ചല്ലോ, അപ്പൊ ഒരു വിസിൽ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് അറബിക് മസാല ആഡ് ചെയ്തായിരുന്നു. അത് നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പം അറബിക് മസാല ഉള്ളവർ അതും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. ഇല്ലാത്തവർക്ക് കുഴപ്പമൊന്നുമില്ല, ഉള്ള മസാല തന്നെ സെറ്റ് ആയിരിക്കും. നമ്മുടെ അറബിക് മസാല ഉണ്ടായതുകൊണ്ട് നമ്മൾ അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നിച്ചുവിന്റെ വക ചിക്കൻ വാവ് ജ്യൂസി ടൈപ്പ് ഇങ്ങനെ വരുന്ന അലിഞ്ഞു പോകുന്നുണ്ടല്ലോ. ജ്യൂസി ചിക്കൻ അമ്മേന്റെ അഭിപ്രായം എന്താണ്? മമ്മിന് പറ. ഇവ വേണ്ട വീട്ടിലോട്ട് കളിക്കുന്നുണ്ട്. അപ്പൊ എന്താ ഞങ്ങള് ഇല എങ്ങോട്ട് ഫിനിഷ് ചെയ്യട്ടെ. ഓക്കേ, ഞങ്ങൾ വീണ്ടും ബൈ ബൈ.